നമസ്കാരം. KSRTCയെ ഇപ്പൊ രക്ഷിക്കും. KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടും, പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടും, KSRTC ലാഭത്തിലാക്കും എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ KV ഗണേഷ് കുമാർ ഘോരഘോരം പ്രസംഗിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പണിമുടക്ക് കാലത്ത് ഏതാണ്ട് 4.5 കോടിയിലധികം രൂപ നഷ്ടമുണ്ടായിട്ട്, ബസ്സുകൾ എറിഞ്ഞു തകർത്തിട്ട് അല്ലെങ്കിൽ ബസ്സുകൾ ഓടാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നഷ്ടമുണ്ടാക്കിയിട്ട് പോട്ടെ 4.5 കോടിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ മന്ത്രിയെ നമുക്ക് ഓർമ്മയുണ്ട്. ഇതാണ് മന്ത്രിയുടെയൊക്കെ സമീപനം. ഇവിടെ യൂണിയൻകാർക്ക് വേണ്ടിയും ഇടതുപക്ഷക്കാർക്ക് വേണ്ടിയും ഇവിടെ പണമുണ്ടാക്കുന്നവർക്ക് വേണ്ടിയും കമ്മീഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയും ആണോ KSRTC എന്ന പൊതുഗതാഗത സംവിധാനം നടക്കുന്നത്? പാവപ്പെട്ട ജീവനക്കാരും യാത്രക്കാരും മാക്സിമം അനുഭവിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഒരു സർക്കാർ സംവിധാനം ഇങ്ങനെ മുട്ടിലിഴയുമ്പോൾ, തകർന്ന തരിപ്പണമായി ഇഴയുമ്പോൾ, ഇവിടെ കമ്മീഷൻ അടിക്കാനും പുതിയ ബസ് വാങ്ങാനും ഇവിടെ ജനങ്ങളെ പറ്റിക്കാനും ഒക്കെ തന്നെ ഇവിടെ ധാരാളം മാർഗങ്ങൾ തേടുകയാണ് KSRTC എന്നുള്ളതാണ്. ഒരു പത്രവാർത്തയാണ്. കേന്ദ്രത്തിന്റെ ഇലക്ട്രിക് ബസ്സുകൾ കർണാടകത്തിന് 4500 ബസ് ലഭിച്ചു. പ്രത്യേകമായി തയ്യാറാക്കിയ ഇലക്ട്രിക് ബസ്സുകളാണ്. കേരളം കണ്ണടച്ചു. കേരളത്തിന് ഡീസൽ ബസ് മതി, ഇലക്ട്രിക് ബസ് ഒന്നും വേണ്ട എന്നുള്ളതാണ്. മാറിയ കാലത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് അയൽ സംസ്ഥാനങ്ങൾ കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ സ്വന്തമാക്കുമ്പോൾ KSRTC വാങ്ങുന്നതെല്ലാം പഴയ ഡീസൽ ബസ്സുകൾ, അതായത് പഴയ മോഡൽ ഡീസൽ ബസ്സുകൾ. കേന്ദ്രം പ്രഖ്യാപിച്ച PME ഡ്രൈവ് പദ്ധതി പ്രകാരം ഈ ബസ് നേടാൻ സംസ്ഥാന ഗതാഗത വകുപ്പ് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നല്ല മന്ത്രിയും നല്ല വകുപ്പും നല്ല ഭരണവും. കാരണം ഈ ഡീസൽ ബസ്സുകൾ ഈ സർക്കാരിന്റെ പദ്ധതിയിലൂടെ ഇത്തരം ബസ്സുകൾ കിട്ടുമ്പോൾ അതിനകത്ത് കമ്മീഷനൊന്നും കിട്ടത്തില്ല. പക്ഷേ ഇവിടെ പ്രൈവറ്റ് കമ്പനികളുടെയും മറ്റ് കമ്പനികളുടെയും ഒക്കെ വോൾവോയുടെയും ഒക്കെ ബസ് ഡീസൽ ബസ്സും ഒക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് 100 ബസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ബസ് ഫ്രീ, അല്ലെങ്കിൽ 10 ബസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ബസ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് പരിപാടിയുണ്ട്. അപ്പൊ അതിനകത്ത് കമ്മീഷൻ അടിക്കാമല്ലോ. അതാണ് പരിപാടി, ഉദ്ദേശം അതാണ്. ഇവിടെ ജനങ്ങൾക്ക് പോയാലോ, ജനങ്ങൾക്ക് നഷ്ടം വന്നാലോ, അല്ലെങ്കിൽ ഇവിടെ പൊതുഖജനാവ് കാലിയായാലോ, ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിലോ, പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിലോ KSRTCക്ക് എന്താ, ഗതാഗത വകുപ്പിന് എന്താ? ഒരു ചുക്കുമില്ല, ചുണ്ണാമ്പുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്രത്തിന്റെ ഇലക്ട്രിക് ബസ്സുകൾ കേരളം എന്തുകൊണ്ട് കണ്ണടച്ചു എന്നുള്ളതാണ്. മാറിയ കാലത്തിന്റെ ആവശ്യം അറിഞ്ഞ് അയൽ സംസ്ഥാനങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കേരളം ഈ ഒരു കാര്യത്തിൽ മിണ്ടുന്നു പോലുമില്ല. 2024 മെയ്യിലാണ് PME ഡ്രൈവ് പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചത്. 2026 മാർച്ച് വരെയാണ് പദ്ധതി നടപ്പിലാക്കുക. ഈ പദ്ധതി പ്രകാരം കർണാടകം 4500 ബസ്സുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളം ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലുണ്ട് എന്ന് അറിഞ്ഞതുപോലുമില്ല. തമിഴ്നാട് ജൂൺ 30 നിരത്തിലിറക്കിയത് 120 നോൺ AC ലോ ഫ്ലോർ ബസ്സുകൾ 505 എണ്ണം കൂടി ഇനി വാങ്ങും. 2023 PME ബസ് ഡ്രൈവ് പദ്ധതി പ്രകാരം കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാനത്തെ നഗരങ്ങൾക്കായി 950 ബസ്സുകൾ അനുവദിക്കാമെന്ന് കേരളത്തെ അറിയിച്ചിരുന്നു. എന്നാൽ സ്വീകരിക്കാൻ സംസ്ഥാന ഗതാഗത വകുപ്പ് തയ്യാറായില്ല. 950 ബസ് കൊടുക്കാമെന്ന് പറഞ്ഞു. കേരളത്തിന്റെ ആ ഒരു പൊതുഗതാഗത സംവിധാനവും മറ്റു കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ജനസാന്ദ്രതയൊക്കെ കണക്കാക്കിക്കൊണ്ട് 950 ഇലക്ട്രിക് ബസ്സുകൾ കൊടുക്കാം എന്ന് പറഞ്ഞു. ഇതിനകത്ത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു പ്രത്യേക ടൈപ്പിലൂടെയാണ് ഈ ബസ്സുകളൊക്കെ നൽകുന്നത്. ഇതിനൊക്കെ പണം കൊടുക്കണം, പക്ഷെ അത് വളരെ കുറച്ച് കൊടുത്താൽ മതി, പല തവണകളായിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കുറെ, അതുപോലെ ഡിസ്കൗണ്ട് ഉണ്ട്, സബ്സിഡി ഉണ്ട്, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അപ്പം കമ്മീഷൻ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഡീസൽ ബസ്സുകൾ ധാരാളമായി വാങ്ങിക്കൂട്ടുകയാണ്. ഉള്ള ഡീസൽ ബസ് നേരെ ഓടിക്കാൻ പറ്റുന്നില്ല. നടുവിന് അടികൊണ്ട ഓന്തിനെ പോലെയാണ് ബസ്സുകളെല്ലാം ഓടുന്നത്. സൂപ്പർ ഫാസ്റ്റ് AC ഡീലക്സ് ബസ്സുകൾ പോലും വഴിയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. ഡീസൽ ബസ്സുകളൊക്കെ മാറ്റി ഇലക്ട്രിക് ബസ്സുകൾ ആക്കും എന്ന് കുറെ നാൾ മുമ്പ് മന്ത്രി KV ഗണേഷ് കുമാർ പറഞ്ഞത് ഓർക്കുന്നു. പക്ഷേ ഈ PM ഡ്രൈവ് പദ്ധതി പ്രകാരമുള്ള ഇത്രയും 4500 ബസ്സുകൾ കർണാടക വാങ്ങുമ്പോൾ 950 ബസ് കൊടുക്കാമെന്ന് കേന്ദ്രം പറയുമ്പോൾ അത് വേണ്ട, ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഡീസൽ ബസ് വാങ്ങി ലക്ഷങ്ങൾ കമ്മീഷൻ അടിച്ചോളാം എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ മാത്രമേ കാണൂ. മറ്റ് 28 സംസ്ഥാനങ്ങളിലും കാണില്ല. കഷ്ടം തന്നെ. KSRTC നഷ്ടത്തിലാണെന്ന് പറയാൻ 100 നാളാണ്. എങ്ങനെ നഷ്ടത്തിലാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം കൂടിയാണ് ഇത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും
അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.